ഹായ് ഹലോ ഫ്രണ്ട്സ്, അലീനയുടെ മനുവിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി അയച്ച ഡിവോഴ്സ് നോട്ടീസ് ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. അങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് ബാലചന്ദ്രൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് ഭവിതയാണ്. അമ്മ ഇങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ കാരണം അച്ഛൻ തന്നെയാണ്. അച്ഛൻ അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാത്തതും അവളെ ഒഴിവാക്കാത്തതും കൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ഭവിത ഇങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് തർക്കിച്ച് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ ഭവിതയോട് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ അവളുടെ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ, ഞാൻ അതിൽ ഒരു തടസ്സവും പറയുന്നില്ല. പക്ഷേ അവൾ ഫാമിലി കോർട്ടിൽ വരുമ്പോഴേക്കും അവളെ തൊലി ഉരിക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവളെ എങ്ങനെ അവിടെയിട്ട് നാണം കിടത്തണം എന്നുള്ളത് എനിക്കറിയാമെന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഭവിതയോട്. അങ്ങനെ ഭവിത അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോയതിനു ശേഷം അലീന ബാലചന്ദ്രനുള്ള ചായ ആയിട്ട് മുകളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അലീന ഈ ബഹളങ്ങളൊക്കെ കേട്ടോണ്ട് തന്നെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ. ആ സമയത്ത് ഡിവോഴ്സ് നോട്ടീസിൻ്റെ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മേഡം ഇപ്പോൾ ഈ സത്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ചാടിക്കറി അച്ഛനും ഒരു തീരുമാനം എടുക്കരുത്, എല്ലാം നമുക്ക് സാവധാനത്തിൽ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ. വൈജിയെ വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് ബാലചന്ദ്രന്. അത് അലീനയോട് ബാലചന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്. മേഡം ഡിവോഴ്സ് നോട്ടീസ് അയച്ച കാര്യങ്ങളും അതുപോലെ അത് കയ്യിൽ കിട്ടിയതിന് ശേഷം അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണെന്നും ഫാമിലി കോർട്ടിൽ എത്തുമ്പോഴേക്കും മേഡത്തിനെ വലിച്ചു കീറാൻ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കലിപ്പിലിരിക്കുകയാണെന്നൊക്കെ അലീന വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ തന്നെ മനുവിനെ അറിയിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനാവില്ല, രണ്ടുപേരും ഒരു പൊടിക്ക് പോലും അടങ്ങാതെ ഇരിക്കുന്നേ, ആരോട് എന്ത് പറയാനാ, ആര് പറഞ്ഞാലും അവർ കേൾക്കാൻ പോകുന്നതെന്നൊക്കെ തന്നെ മനുവും ചോദിക്കുന്നുണ്ട്. ശിവനും രാജീവനും ബാലചന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല കേട്ടോ. അവസാനം അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇന്നൊരാളെ കാണാൻ പോവുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, ആരെ അച്ഛാ? അച്ഛൻ ആരെയാ ഇപ്പം കാണാൻ പോകുന്നത്, വക്കീലിനെ വല്ലതും ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. അലീന പറയുന്നുണ്ട്, അച്ഛാ ഇപ്പം എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ, ഒരു കുടുംബം ചിഹ്നിച്ചെത്രാൻ ഒരു പാടുമില്ല, അത് കൂട്ടുമുട്ടിച്ച് നിലനിർത്താനാ പാടെന്നൊക്കെ അലീന പറയുക കേട്ടോ. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് ഞാൻ മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അലീന, അവളും കൂടെ അതൊക്കെ ആലോചിക്കണ്ടേ? നിന്നെ പ്രസവിച്ചാൽ നിന്റെ സ്വന്തം തള്ളയല്ലേ അവൾക്ക് അങ്ങനെ ഒരു വീണ്ടു വിചാരം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അലീന പറയുന്നുണ്ട്, അച്ഛാ മേഡത്തിന് സത്യങ്ങൾ അറിയില്ലല്ലോ. അച്ഛാ ഈ കുടുംബം ഇതുപോലെ കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ അച്ഛൻ എത്രയോ നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ അച്ഛൻ എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയെന്നുള്ളത്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയാനാണോ അച്ഛൻ തീരുമാനിച്ചേക്കുന്നേ? എല്ലാം അറിയുന്ന അച്ഛൻ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഇത് എവിടെ അവസാനിക്കും അച്ഛാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഉടനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന അവൾക്ക് സത്യങ്ങളെല്ലാം അറിയാം, അവൾ വന്ന വഴി അവൾ ഒരിക്കലും മറന്നിട്ടില്ല, എല്ലാം അവൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്, എന്നിട്ട് അവൾ ഇത്രത്തോളം അഹങ്കാരം കാണിക്കുന്നത്. ഇനി അഥവാ നീ അവളുടെ മകളാണെന്ന് അവൾ തിരിച്ചറിഞ്ഞാൽ പോലും സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇതൊക്കെ തന്നെയാണ്. അവൾ ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല, ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാനേ അവൾ നോക്കുകയുള്ളൂ എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഞാൻ അന്ന് തന്നെ അവളുടെ ആങ്ങളമാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാ, വൈജ എന്ന് ഈ സത്യം അറിയുന്നോ പിന്നെ അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കില്ല എന്ന്, ഇനി ഞങ്ങൾ തമ്മിൽ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധം പോലും ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ അവൾ തന്നെയല്ലേ ഇതിനൊക്കെ ഒരു തുടക്കം കുറിച്ചത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ ബാലചന്ദ്രൻ. അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, അച്ഛനിപ്പോൾ ആരെ കാണാനാ പോകുന്നതെന്ന്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാളെ തന്നെ ഞാൻ കാണാൻ പോകുന്നത്. അച്ഛൻ കൊല്ലപ്പള്ളിയിലേക്കാണോ പോകുന്നത്, അതോ ഗോവർദ്ധനങ്ങളിനെ കാണാനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അച്ഛന് പരിചയമുള്ള സുഹൃത്തുക്കളെ കാണാൻ പോവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഏയ് ഞാൻ അങ്ങോട്ടേക്കൊന്നും അല്ല പോകുന്നത്, ഞാൻ പോകുന്നത് നിനക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി തന്നെയാണെന്ന് പറയുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ ആരാന്ന് പറയച്ചാ, അതെന്നോട് പറഞ്ഞൂടെ അച്ഛാ, അച്ഛൻ ആരെയാണ് കാണാൻ പോകുന്നത്, ഞാൻ അറിയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ആരെയാണ് കാണാൻ പോകുന്നതെന്നുള്ളത് നീ അറിയേണ്ട മോളെ, അതൊക്കെ ഞാൻ പോയി വന്നതിന് ശേഷം നിന്നോട് പറയാം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. അതും പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴേക്കും അലീന പിന്നെയും പറയുന്നുണ്ട്, അച്ഛാ അച്ഛൻ എടുത്ത് ചാടി കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകരുത്, നമുക്ക് സാവധാനത്തിനെല്ലാം നോക്കാം അച്ഛാ, അമ്മയുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി, എല്ലാവരുടെ മുമ്പിൽ ജയിച്ചു നിൽക്കണം എന്നുള്ളൊരു അഹങ്കാരം കൊണ്ടാണ് അച്ഛാ, പക്ഷെ അവിടെ ശരിക്കും തോറ്റു പോകുന്നത് മേഡമാണെന്ന് മേഡം ഓർക്കുന്നില്ല, പ്ലീസ് അച്ഛാ എടുത്ത് ചാടി ഒരു തീരുമാനം ഉണ്ടാക്കരുത്, ഈ കുടുംബം ഇങ്ങനെ ഇല്ലാതായി പോകുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല, എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പഴയതുപോലെ തന്നെ ഈ കുടുംബം മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ തന്നെ അലീന പറയുക കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഞാൻ അവളോട് നേരിട്ട് പോയി ആവശ്യപ്പെട്ടതൊന്നും അല്ലല്ലോ ഈ ഡിവോഴ്സ്, ഞാനടക്കം അവളുടെ ആംഗ്ലമാരും എല്ലാവരും പോയി പറഞ്ഞതാണ്, ഇപ്പം നീ ഇങ്ങനെ ഒരു നീക്കമായിട്ട് മുന്നോട്ട് പോകരുത്, ഈ സമയത്തെങ്കിലും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത് രോഹി ജയിലിൽ കിടക്കുമ്പോൾ പോലും, എന്നിട്ടും അവൾ അതൊന്നും വകവച്ചില്ലല്ലോ, എല്ലാം കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും കൂടിയല്ലേ അവൾ ഈ നോട്ടീസ് എനിക്ക് അയച്ചത്, കൈയും കാലും ഒടിഞ്ഞ് പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും വയ്യ, എന്നാലും അവളുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധിക്കും അവളുടെ വായിന്ന് വരുന്ന വർത്തമാനത്തിനും ഒരു കുറവുമില്ല, അവളുടെ അഹങ്കാരവും ധിക്കാരവും അഹംഭാവവും എല്ലാം ഇപ്പൊ പഴയതിലും കൂടുതലാ,
ഈ സമയത്ത് പോലും ശകലം ക്ഷമ കാണിക്കാൻ അവളുടെ വാശി അവളെ സമ്മതിക്കുന്നില്ല. ശിവേട്ടനും രാജീവും, അങ്ങ് നീലഗിരിയിൽ കിടക്കുന്ന ഗംഗേട്ടനും, അതുപോലെ കമലയും സുലോചനയും ഗോവർദ്ധനും എല്ലാവരും മാറി മാറി അവളെ ഉപദേശിച്ചു. എന്നിട്ടും അവൾ ഒരു പൊടിക്ക് പോലും അടങ്ങിയില്ലല്ലോ. ഒരു നിമിഷം കൊണ്ട് തന്നെ അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല അലീന. പിന്നെ ഞാൻ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നതാണ്, അവൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്നൊക്കെ ഓർത്തിട്ട്. എന്നിട്ട് പോലും അവളുടെ അഹങ്കാരം അവൾ കുറയ്ക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലേ അവളുടെ അതേ വഴിക്ക് തന്നെ പോകാനാണ് ഞാനും തീരുമാനിച്ചേക്കുന്നത്. ഇനി അവളെപ്പോലെ ഒരു സ്ത്രീയുടെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല. പിന്നെ എൻ്റെ മക്കളെയും കുടുംബത്തെയൊക്കെ ഓർത്തിട്ട് മാത്രമായി ഇപ്പോൾ ഇതെല്ലാം ഞാൻ ക്ഷമിച്ച് നടക്കുന്നത് തന്നെ. എന്നിട്ട് പോലും അവൾ എന്നെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടും ഞാൻ ഇതൊക്കെ ക്ഷമിച്ച് പോകണമെന്നാണ് നീ പറയുന്നത്? ഇല്ല അലീന, എനിക്കിനി അതിന് പറ്റില്ല എന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ തീർത്ത് പറയുകയാണ്. അവൾ വലിയ അഹംഭാവത്തോടെയും ധിക്കാരത്തോടെയും തന്നെ ഫാമിലി കോളിലേക്ക് വരട്ടെ. അവളെ അവിടെയോട്ട് പച്ചയ്ക്ക് വലിച്ചു കയറാൻ എനിക്കറിയാം. എല്ലാവരുടെ മുമ്പിൽ അവൾ തൊലി ഉരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് കാണണം. എന്നാലേ എൻ്റെ മനസ്സിന് ശകലമെങ്കിലും ആശ്വാസമാകുള്ളൂ. അവളുടെ അഹങ്കാരത്തിനൊക്കെ അങ്ങനെ വേണം തിരിച്ചടി കൊടുക്കാൻ എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുക കേട്ടോ. എന്തായാലും മോള് വിഷമിക്കണ്ട. വൈജി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൽ മോളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് മോളുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ അത്ര നല്ല കാര്യങ്ങളാണോ? എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുക. അല്ല, അച്ഛൻ എപ്പോഴത്തേക്ക് തിരിച്ചെത്തും എന്നിങ്ങനെ അലീനെ ചോദിക്കുമ്പോഴേക്കും അത് പറയാൻ പറ്റില്ല മോളെ. കുറച്ച് ദൂരെയാണ് സ്ഥലം. ഞാൻ എന്തായാലും മോളെ ഇടയ്ക്ക് വിളിച്ചോളാം. കൃഷ്ണൻ ബാബുദി ഇവിടെ ഉണ്ടല്ലോ, അവരിതുവരെ കോളേജിലും സ്കൂളിലും പോകാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അതോടെ മോളെ അവരുടെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛൻ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട് അച്ഛാ, ഞാൻ അവരെ നോക്കിക്കോളാം, അച്ഛൻ ധൈര്യമായിട്ട് പോയിട്ട് വന്നൊക്കെ തന്നെ അലീന പറയുകയാണ്. ബാലചന്ദ്രൻ അങ്ങനെ സെറ്റൗട്ടിലോട്ട് ഇറങ്ങിയതിന് ശേഷം അലീനയോട് ഡോർ അടച്ചിട്ട് അകത്തിരിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ കാറൊക്കെ എടുത്തുകൊണ്ട് പോയതിനു ശേഷം അലീന ഡോറൊക്കെ അടച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛനിത് എവിടെ പോയതാണ് ചേച്ചിന്ന്? അപ്പോൾ എനിക്കറിയില്ല മോളെ, അച്ഛൻ അത്യാവശ്യമായിട്ട് ആരെയോ കാണണമെന്ന് പറഞ്ഞു. അച്ഛൻ അയാളെ കാണാനായിട്ട് പോയതാ, എപ്പോൾ വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറയുകയാണ്. അല്ല മോളെ, ബബിത എന്തിയെ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും ബബിതേച്ചി ആ റൂമിൽ കാണും, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമായിരിക്കും, അല്ലാതെ ബബിതേച്ചിക്ക് വേറെ എന്നാ പരിപാടിയുള്ളേ എന്നിങ്ങനെ കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന്? എന്താ മോളെ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും, അല്ല അമ്മ ഡിവോഴ്സ് നോട്ടീസ് അയച്ചില്ലേ, അത് കണ്ടിട്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു എന്നോ? അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ്. ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയതിന് ശേഷമാണ് അച്ഛൻ ആരെയും കാണണമെന്ന് പറഞ്ഞപ്പോൾ പോയേക്കുന്നത്. മേഡത്തിന് വലിച്ചു കയറാനുള്ള ദേഷ്യമുണ്ട് ഇപ്പം അച്ഛന്. കേസുമായിട്ട് അവൾ ഫാമിലി കോർട്ടിലേക്ക് വരട്ടെ, അവളെ പച്ചയ്ക്ക് നിർത്തി കത്തിക്കുമെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. മിക്കവാറും മേഡത്തിൻ്റെ എല്ലാ കഴിഞ്ഞകാല ചരിത്രങ്ങളും അച്ഛൻ കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറയുന്ന തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മേഡത്തിന് ഇനി തലയുയർത്തി നടക്കാൻ പറ്റുമോ? എല്ലാവരുടെ മുമ്പിൽ മേഡം നാണം കെട്ട് പോവുകയല്ലേ. എന്തിന് ഭവിതയുടെയും രോഹിത്തിൻ്റെ മുമ്പിൽ പോലും മേഡത്തിന് തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. ഇത്രയും നാളും എന്തോ വലിയ പരിശുദ്ധിയെ പോലെയാണല്ലോ മേഡം സംസാരിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയാൽ അതോടുകൂടി തീരും. പിന്നെ അച്ഛൻ ഒരിക്കലും മേഡത്തിനോടൊപ്പം ജീവിക്കുകയല്ലെന്നാണ് പറയുന്നത്. ഡിവോഴ്സെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് തന്നെ അച്ഛൻ പോയേക്കുന്നത്. അച്ഛൻ്റെ തീരുമാനങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. അച്ഛൻ ഒരു തീരുമാനം എടുത്താൽ അതിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ മോളെ? ഞാൻ പറയാവുന്നതിന് പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ അച്ഛൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. മനുവേട്ടനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു നോക്കി, അതുപോലെ കൊല്ലപ്പള്ളിക്കാരെ കൊണ്ടേയും പറയിപ്പിച്ചു നോക്കി. ഒരു തരത്തിലും അച്ഛൻ അടുക്കുന്ന ലക്ഷണമില്ല. അച്ഛനിപ്പോൾ അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ പോയിട്ടുണ്ട്. എൻ്റെ ഏതോ സ്വന്തക്കാരെ കാണാനാന്ന് പറഞ്ഞാൽ പോയേക്കുന്നത്. ഇനിയിപ്പോൾ കൊല്ലപ്പള്ളി വീടുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും കാണാനായിട്ടായിരിക്കും പോയേക്കുന്നത്. എന്താണെങ്കിലും ആരെയാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല മോളെ. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ ചേച്ചി. ഇതൊക്കെ ഇനി എന്നാ അവസാനിക്കുക? ഈ വീടിപ്പം മൊത്തത്തിലും തകർന്നു പോയി. ഒരു സമാധാനമില്ല, സന്തോഷമില്ല, എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയാട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, മേഡം ഇങ്ങനെ ഓരോരോ അതിബുദ്ധികൾ കാണിക്കുമ്പോഴേക്കും നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? രോഹത്തിൻ്റെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. അവിടെ പോലും അച്ഛൻ ഒരു സമാധാനം കൊടുക്കാതെ അച്ഛനെ തീരേറ്റിപ്പിക്കുകയല്ലേ മേഡം. പിന്നെ അച്ഛന് എന്ത് ചെയ്യാൻ കഴിയും? കൃഷ്ണമോള് പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ അച്ഛനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ ചേച്ചി. അമ്മയുടെ അഹങ്കാരം അത് ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നതാ. അച്ഛനോടത് മാത്രമല്ല ആരോടും ഒരു സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നും തന്നെ അമ്മ കാണിക്കാറില്ല. അമ്മ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്, എപ്പോഴും ദേഷ്യപ്പെടലും ചാടിക്കടിക്കലും ഇതൊക്കെ തന്നെയായിരുന്നു അമ്മയുടെ സ്വഭാവം പണ്ട്. പാവം അച്ഛൻ എപ്പോഴും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നേ. അമ്മയും അച്ഛനും ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ അമ്മ അതൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടേ ഇല്ലായിരുന്നു. അമ്മ ഒരിക്കലും അച്ഛനോട് ആ സ്നേഹം തിരിച്ചു കാണിച്ചിട്ടില്ല. അത് അച്ഛനെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാമായിരുന്നു ചേച്ചി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കൃഷ്ണമോള്. അച്ഛനും അമ്മയും തമ്മിൽ ബന്ധം ഉപേക്ഷിച്ചാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ എന്നിങ്ങനെ പറയാം കേട്ടോ കൃഷ്ണമോള്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അങ്ങനെ വേണം മോളെ, അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അച്ഛന് നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ആ പാവത്തിൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പം എനിക്കറിയാം.
പ്രത്യേകിച്ച് മേഡം ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുന്നു. അത് മാത്രമാണോ, രോഹിത് ജയിലിൽ കിടക്കുന്നു, ബബിതയുടെ കാര്യവും കഷ്ടത്തിലാണ്. ആകെ മൊത്തത്തിൽ വീട്ടിലേക്ക് വന്നാൽ പോലും ആ പാവത്തിന് ഒരു മനസ്സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ബാലചന്ദ്രൻ ആരെയൊക്കെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാണാൻ പോകുന്നത് വേറെ ആരെയുമല്ല, വൈജയുടെ കാമുകനായ സ്റ്റാലിൻ ജോസഫിനെ തന്നെയാണ് കാണാൻ പോകുന്നത്. പണ്ട് ആഗ്രയിൽ വെച്ച് വൈജ സ്നേഹിച്ച ആ സ്റ്റാലിൻ ജോസഫിനെ തന്നെ. അലീനയുടെ അച്ഛനെ കാണാനായിട്ടാണ് ബാലചന്ദ്രൻ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ആരെയൊക്കെയോ വിളിച്ച് അയാളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം സംഘടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ബാലചന്ദ്രൻ ഗംഗേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ ഒരു എക്സ് മിലിറ്ററിക്കാരൻ തന്നെയാണല്ലോ. ഗംഗേട്ടൻ്റെ ഒരു സുഹൃത്തും കൂടിയായിരുന്നു സ്റ്റാലിൻ ജോസഫ്. ആ സുഹൃത്തുമായിട്ടാണ് വൈജ അടുപ്പത്തിലായതും അവർ തമ്മിലുള്ള സ്നേഹം വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്നതും വൈജ ഗർഭിണിയാവുന്നതും ഒക്കെ. ഗംഗേട്ടനെ വിളിച്ചിട്ട് ഗംഗേട്ടൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. വൈജ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്, അക്കാര്യം ഗംഗേട്ടൻ അറിഞ്ഞായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ മേനോൻ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു ബാല, ശിവനും രാജീവനും മനുവൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലപ്പള്ളിയിൽ നിന്ന്, അവരിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നാ പറഞ്ഞ്. വൈജയുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, വൈജയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത്. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വൈജയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളോട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നോക്കി, കുറേ അവളെ ഉപദേശിക്കുകയും ചെയ്തു. എന്നിട്ടും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ബാല. അലീന തന്നെയാണ് അവളുടെ പ്രശ്നം. അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാത്തിടത്തോളം കാലം ആ വീട്ടിലേക്ക് തിരിച്ചില്ലെന്നാ പറഞ്ഞ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ അലീനെ പിന്നെയും ആ വീട്ടിൽ നിർത്തിയേക്കുന്ന എന്തിനാണ് അവൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ മറുപടി പറയാനാ ബാല? അവളുടെ ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെ ഞങ്ങൾ മറുപടി പറയും ബാല? അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതോടുകൂടി അവളുടെ ജീവിതം തീർന്നില്ലേ? വൈജ ഇത്ര പെട്ടെന്ന് എടുത്തു ചാടി ഡിവോഴ്സിലേക്ക് പോകുന്ന ഞങ്ങളും വിചാരിച്ചില്ല എന്നൊക്കെ തന്നെ ഗംഗേട്ടൻ പറയാട്ടോ. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പൊ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്ത് തിരിച്ചയക്കണോ? അല്ലെങ്കിലും അവള് സത്യങ്ങൾ അറിഞ്ഞ അവളുടെ ഭർത്താവായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഗംഗേട്ടാ. അവളുമായിട്ട് ജീവിതം മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ഒരാഗ്രഹവുമില്ല. ഇത്രയും നാളും ഞാൻ ഇതൊക്കെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയി. അവളുടെ അഹങ്കാരത്തിനോ ധിക്കാരത്തിനോ എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവൾ ഇപ്പോഴും അവളുടെ വാശിയിൽ തന്നെയാണ്. അവൾ ഇപ്പോഴും അവളുടെ വാശി ജയിക്കണം എന്നുള്ള ഒറ്റ മട്ടിൽ തന്നെയാണ്. അവൾ കേസുമായിട്ട് ഫാമിലി കോർട്ടിലേക്ക് വരട്ടെ. അവളെ അവിടെ ഇട്ട് വലിച്ചു കയറാൻ എനിക്കറിയാം. അവൾക്ക് വേണ്ട മറുപടിയൊക്കെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞോളാം എന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാല നീ ഒന്ന് ക്ഷമിക്ക്, നീ എടുത്തു ചാടി ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കല്ലേ. അവൾ സത്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. അവൾ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അലീന ആരാണെന്നുള്ള സത്യം അവൾ അറിയാത്തത് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അലീന ആരാന്നുള്ള സത്യങ്ങൾ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നിനക്ക് ഊഹിക്കാവില്ല ബാല. രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ തന്നെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ തന്നെ ഗംഗാധരൻ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഗംഗേട്ടൻ വന്ന് പറഞ്ഞാൽ മാത്രം അവൾ അതൊക്കെ അനുസരിക്കാൻ പോകുന്നുണ്ടോ? ഗംഗേട്ടൻ നിർത്തി പിടിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല ഗംഗേട്ടാ. നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അവൾ ഒരിക്കലും ആരുടെ മുമ്പിൽ തോൽക്കില്ലെന്നുള്ള ഒറ്റ വാശിയിൽ നിൽക്കുക. പക്ഷെ അവൾ തോറ്റ് തുന്നാൻ പാടി നിൽക്കുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുള്ളൂ. എന്നാൽ ശരി ഗംഗേട്ട എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഫോൺ വെക്കാൻ പോകുമ്പോഴേക്കും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെയാന്ന്? എന്നാൽ ശരി ഗംഗേട്ട, ഞാൻ ഫോൺ വെച്ചേക്കുക, ഞാനിപ്പോൾ ഒരു യാത്രയിലാന്നൊക്കെ പറയാട്ടോ. അപ്പോഴേക്കും ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല ബാല നീ ഇത് എവിടെ പോവുകയാന്നിങ്ങനെ ചോദിക്കുക. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോവുക. നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരം തീർക്കാനായിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോകണം. അവൾ ഫാമിലി കോടതിയിൽ കേസായിട്ട് വരുമ്പോഴേക്കുമേ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ഗംഗാധരന് ടെൻഷൻ ആവുന്നുണ്ട്. ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താ ബാലേന്ദ്രൻ ഈ പറയുന്നത്? നീ ആരെ കാണാനാ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് വേറെ ആരും അല്ല ഗംഗേട്ടാ, വൈജയുടെ മുൻ കാമുകനെ, അതായത് സ്റ്റാൻലി ജോസഫിനെ കാണാനാണ് ഞാൻ പോകുന്നതെന്ന് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഗംഗേട്ടൻ ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായി പോവുകയാണ്. ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്ര നീ എന്താ ഈ പറയുന്നേ? നീ ഇതിനെ സ്റ്റാൻലിയെ കാണാൻ പോന്നേ? ഇപ്പം ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവനെയും കൂടെ നീ എന്തിനാ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗേട്ടൻ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട് ഗംഗേട്ടാ. അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ അയാളെ കാണാനായിട്ട് പോകുന്നത്. അയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടത് അത്യാവശ്യമാണ്. കോടതിയിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വൈജിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. അവളുടെ മുൻ കാമുകനും അലീനയുടെ അച്ഛനുമായ സ്റ്റാൻലി ജോസഫിനെ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തണം. അവൾ തോറ്റു തുന്നം പാടി എല്ലാവരുടെ മുമ്പിൽ തല ഒലിഞ്ഞ് തൂരി ഉരിഞ്ഞ് നിൽക്കുന്ന എനിക്ക് കാണണം ഗംഗേട്ടാന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അത്രത്തോളം വിഷമമായിട്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഗംഗാധരന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര നീ എടുത്ത് ചാടി അബദ്ധമൊന്നും കാണിക്കരുത്. നീ അയാളെ കാണാൻ പോകരുത്. പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വഷളാകുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അവൾ ഞങ്ങളുടെ പെങ്ങളല്ലേടാ. അവൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ആ അബദ്ധം മറച്ചു വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തന്നു. ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ബാലേന്ദ്ര പ്ലീസ് നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഞങ്ങളെല്ലാവരും അവളോട് ഒന്നും കൂടെ ഒന്ന് സംസാരിക്കട്ടെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കാം. നീ കുറച്ചും കൂടെ ഒന്ന് സമാധാനമായിട്ടിരിക്കും ബാലേന്ദ്ര എന്നൊക്കെ തന്നെ പറയുകയാണ് ഗംഗേട്ടൻ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ട ഇതൊന്നും ചിന്തിക്കേണ്ടത് ഞാനല്ല,
അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നും അവൾ അത് മറച്ചിട്ടാണ് എൻ്റെ കൂടെ ജീവിച്ചെന്നൊക്കെയുള്ളത് അവൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ പിന്നെ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തനിക്ക് ഇതുപോലൊരു നല്ല ജീവിതം കിട്ടിയല്ലോ, നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ, നല്ലൊരു കുടുംബം കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്ത് അവളായിരുന്നു അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടത്. അതിന് പകരം അവളിപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? രോഹിയുടെ കാര്യം തന്നെ എടുത്ത് നോക്ക്. രോഹി ഇപ്പം പീഡന കേസിൽ ജയിലില്ല. ആ ഒരു സമയത്ത് പോലും എല്ലാവരും അവളോട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടും ആരും പറയുന്നത് വകവയ്ക്കാതെയാ അവൾ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചേക്കുന്നത്. ഇത്രയും അഹങ്കാരം തലയ്ക്ക് പിടിച്ച നിങ്ങളുടെ പെങ്ങളെ പിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അവൾക്കപ്പോഴും അവളുടെ പിടിവാശി തന്നെയാ വലുത്. അവളുടെ തീരുമാനങ്ങളിലാണ് അവൾ ഉറച്ചു നിൽക്കുന്നത്. എങ്കിലും അവൾ അനുഭവിക്കട്ടെ എന്ന് ഞാനും ഒന്ന് വിചാരിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഇത്രയും നീർപ്പുകഞ്ഞ് വിഷമിച്ച് നടക്കുന്നുണ്ടെങ്കിലേ അതിന്റെ 4 ഇരട്ടി അവൾ വിഷമിക്കട്ടെ, അവൾ സങ്കടപ്പെടട്ടെ, അവൾ നാണം കെട്ടിരിക്കട്ടെ എന്നൊക്കെ തന്നെ പറയുകയാണ്. ഇല്ല കിങ്ങട്ടാ, ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്തായാലും അയാളെ കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് തന്നെ ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അധികം വൈകാതെ തന്നെ സ്റ്റാലിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ബാലചന്ദ്രന്. ബാലചന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും തന്നെ സ്റ്റാലിൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വൈജയുടെ ഹസ്ബൻഡ് ആണെന്ന് ഒന്നും തന്നെ ബാലചന്ദ്രൻ പറയുന്നില്ല. പകരം നെടുമുറിക്കൽ ബാലചന്ദ്രൻ മേനോന്നാണ് പറയുന്നത്. പിന്നെ അവർ തമ്മിൽ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയും പഴയ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഗംഗേട്ടനും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഗംഗേട്ടൻ ഉടനെ തന്നെ രാജീവിനെയും ശിവനെയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരും ആകെ ടെൻഷനിലാണ്. അവരും മാറി മാറി ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അവരുടെ ആരുടെയും തന്നെ കോള് സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ ആ സമയത്ത് സ്റ്റാൻലിയുമായിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത അവസാനം വൈജയുടെ ഹസ്ബൻഡാണ് ഞാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഈ സമയത്ത് വൈജയന്തി, കൊല്ലപ്പള്ളി, ഗംഗാധരൻ, രാജീവൻ, ശിവൻ, കഴുതിക്കൽ, മാളിക വീട് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും സ്റ്റാൻലിയും ആകെ അങ്ങ് അപ്സെറ്റ് ആവുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ വൈജയെ സ്നേഹിച്ച കാര്യങ്ങളും രക്ഷപ്പെടണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയിൽ ദുബായിലേക്ക് പോയതും തിരിച്ചു വന്നതിന് ശേഷം എല്ലാ സൗകര്യങ്ങളുമായി വൈജയെ കല്യാണം കഴിച്ചു, 3 മക്കളുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ താൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും സ്റ്റാൻലിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. വൈജയുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇയാളിപ്പോൾ എൻ്റെ അടുത്ത് വന്നെന്നുള്ളത് സ്റ്റാൻലിക്ക് മനസ്സിലാക്കിയാണ് കേട്ടോ. പിന്നെ ബാലചന്ദ്രൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും അയാൾ മറുപടി പറയേണ്ടി വരികയാണ്. പണ്ട് ആഗ്രയിൽ വന്ന സമയത്ത് വൈജയുമായിട്ട് അടുത്തതും അവളുമായിട്ട് സ്നേഹത്തിലായതും അവർ തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിലുള്ള വൈജയ്ക്ക് വയറ്റിലുണ്ടായതും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവളുടെ 3 ആങ്ങളമാരും കൂടി അന്ന് അവളെ വന്ന് വിളിച്ചോണ്ട് പോയി. പിന്നെ അവളുടെ ഒരു വിവരവും ഇല്ലായിരുന്നു. ഞാൻ അതിനുശേഷം കൊല്ലപ്പള്ളിയിലെത്തി അവളുടെ അച്ഛനുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്നവർ എന്നെ ഭീഷണിപ്പെടുത്തി വിടുകയാണ് ചെയ്തത്. ആ കുഞ്ഞിനെ പോലും എന്നെ ഒന്ന് കാണാൻ സമ്മതിച്ചില്ല. ആ കുഞ്ഞ് എന്തോ കാരണം കൊണ്ട് അന്ന് എന്നെ മരണപ്പെട്ടു പോയി എന്നൊക്കെ അവരെന്നോട് പറഞ്ഞെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം വൈജയെ കാണാൻ ശ്രമിക്കുകയോ അങ്ങോട്ടേക്ക് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലും എന്നുള്ളൊരു ഭീഷണി വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്കൊന്നും വരാൻ തരുന്നത്. പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഒരു കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നതൊക്കെ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്. ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, നിങ്ങൾക്ക് വൈജയിലുണ്ടായ കുഞ്ഞ് മരിച്ചിട്ടില്ല, ആ കുഞ്ഞ് ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കഴക്കൂട്ടത്തുള്ള ഒരു ഓഫനേജിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. ആ കുഞ്ഞ് മരണപ്പെട്ടിട്ടില്ലെന്നും 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് അവളിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്നും ഒക്കെ ബാലേന്ദ്രൻ പറയുകയാണ്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഈ സത്യങ്ങളൊക്കെ വൈജിക്ക് അറിയാവോ എന്ന്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, വൈജി ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവളെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. 23 വർഷം മുമ്പ് പിഴച്ചു പറ്റവളെയാണ് ഞാൻ എൻ്റെ ഭാര്യയായി കൂടെ കൂട്ടിയത്. ഇത്രയും നാളും അവളൊരു പരിവൃത്തിയായ ഭാര്യയാണെന്ന് ഞാൻ വിചാരിച്ചു, അവളുടെ കൂടെ ജീവിച്ചു. വേറൊരു എച്ചിൽപ്പട്ടിയാണ് ഞാനെന്നുള്ളത് മനസ്സിലാക്കി തരാനായിട്ടായിരിക്കും അലീനയെ ദൈവം അവിടെ എത്തിച്ചത്. എന്തായാലും ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അലീന അവൾ പ്രസവിച്ച സ്വന്തം മോളാണെന്ന് അവൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ കൊല്ലപ്പള്ളിയിലുള്ള അവളുടെ ആങ്ങളമാരെ എല്ലാവരെയും ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ സത്യം അറിയാം. വൈജ അന്നും ഒന്നും ഒരുപോലെ തന്നെ. അവളുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും അവളുടെ വാശിക്കും ഒന്നും എന്നും ഒരു കുറവുമില്ല. അവൾ എൻ്റെ ഭാര്യയാകണമെന്ന് ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ച കാര്യമാണ്. ഗൾഫിൽ പോയി സമ്പാദിച്ചു വന്നതിന് ശേഷം അവളെ ഞാൻ എൻ്റെ ഭാര്യയാക്കി. അവൾ എൻ്റെ 3 മക്കളുടെ അമ്മയായിരുന്നു. പക്ഷേ അവൾക്ക് ഇതുപോലൊരു പൂർവ്വകാല ചരിത്രം ഉണ്ടെന്നുള്ളത് ഞാൻ ഈയിടെയാണ് അറിഞ്ഞത്. എന്തായാലും നിങ്ങളിൽ വൈജിക്കുണ്ടായ കുഞ്ഞ് അവളെൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ മോളെ പോലെ ജീവിക്കുന്നു. പക്ഷേ അവൾ ആരാന്നുള്ള സത്യം ഇതുവരെ വൈജ അറിഞ്ഞിട്ടില്ല. സ്വന്തം മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ വീട്ടിൽ വേറെന്തോ ഉദ്ദേശത്തിലാണ് ഞാൻ പിടിച്ചു നിർത്തിയേക്കുന്നതെന്നാണ് അവൾ പറഞ്ഞു നടക്കുന്നത്. തൻ്റെ പൂർവ്വകാല ചരിത്രങ്ങളും താൻ ചെയ്ത തെറ്റൊക്കെ ഒന്ന് ഓർത്ത് സ്വയം ഭക്തി താഴ്ത്തി അടങ്ങി ഒതുങ്ങി ജീവിക്കണമായിരുന്നു അവൾ. എന്നാൽ അവൾ ചെയ്തത് എന്തായിരുന്നു? അവൾ ആ സമയത്തും എന്നെ തേജോധം ചെയ്യാനായിട്ടാണ് നടന്നത്. അതുകൊണ്ട് ഞാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അവളുടെ അഹങ്കാരത്തിന് ഒരു തടയിടാൻ ഞാനും അങ്ങ് തീരുമാനിച്ചു. അലീനയെ ഞാൻ എൻ്റെ മകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അലീന ഇനി എന്നും എൻ്റെ മകളായിട്ട് തന്നെ എൻ്റെ വീട്ടിൽ കാണും. അത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവൾ എനിക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുക. അവൾ എനിക്കെതിരെ കരുതി വെച്ചിരിക്കുന്ന ആയുധം അലീനയാണ്. അലീനയെ മുൻനിർത്തി അവൾ എന്നെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. അലീനയെ മുൻനിർത്തി അവൾ എന്നെ കോടതിയിൽ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്താനാണ് നോക്കുന്നത്. പക്ഷെ അവിടെ സ്വയം നാണം കെട്ട് നാറി നിൽക്കാൻ പോകുന്നത് അവൾ തന്നെയാണെന്ന് അവൾ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചടി അവൾക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണാൻ വന്നതെന്നും തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്.
എനിക്കെതിരെ കേസുമായിട്ട് അവൾ ഫാമിലി കോർട്ടിൽ എത്തട്ടെ. അവിടെ ആ സമയത്ത് അവളെ ഞാൻ അവിടെ ഇട്ട് വലിച്ചു കയറും. ആ സമയത്ത് അലീന ആരുടെ മകളാണ് എനിക്ക് അവിടെ തെളിയിക്കാൻ കഴിയണം. കോടതിയിൽ അഹങ്കാരത്തോടെയും ധിക്കാരത്തോടെ നിൽക്കുന്ന അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം അലീന ആരുടെ ചോരയാണെന്നുള്ളത്. നിങ്ങളെ ഞാൻ അവളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും. അവൾ അവിടെ ഇരുന്ന് ഉരുകി തീരുന്നത് എനിക്ക് കാണണം എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുക കേട്ടോ. ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ബാലചന്ദ്ര ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ? നാളെ ഇത്രയും കഴിഞ്ഞു പോയില്ലേ, ഇനിയും ഈ പ്രശ്നങ്ങളൊക്കെ കൊത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും എനിക്കെൻ്റെ മോളെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവളെ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളൊരച്ഛനല്ലേ, നിങ്ങളുടെ മോളെ കാണാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് കേട്ടോണ്ടിരിക്കുവോ? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ വന്ന് കാണാം. പക്ഷേ ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കൊടുമുടിയിലെത്തിയിരിക്കാം. ഇത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ ബാലേന്ദ്രൻ പറയുകയാണെ. അപ്പോൾ അത് കേട്ടിട്ട് സ്റ്റാലിനാണെങ്കിലും ഭയങ്കര ടെൻഷനൊക്കെ ആവുന്നുണ്ട്. വൈജയുടെ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം തന്നെ ഇയാൾ മനസ്സിലാക്കിയുകൊണ്ട് വൈജയുമായിട്ട് മുന്നോട്ടൊരു ജീവിതത്തിലേക്ക് ഇയാൾക്ക് താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. ഞാനിനി അലീനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഇനി അതിലും വലിയ പ്രശ്നമാവുമോ? എന്തായാലും നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം ഇതിനൊരു തീരുമാനം എടുക്കാമെന്നൊക്കെ തന്നെ സ്റ്റാൻലി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലി ജോസഫ് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്ര ഇതൊക്കെ കഴിഞ്ഞു പോയ കാലങ്ങളല്ലേ, ഇപ്പം എനിക്കൊരു കുടുംബമുണ്ട്, അതുപോലെ തനിക്കും ഒരു കുടുംബമുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഞാൻ 2-3 തവണ അവിടെ വന്നിട്ടുണ്ട് വൈജയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ. ആ സമയത്തും അവൾക്ക് സമ്മതമില്ലാതെയാണ് ഇങ്ങനൊരു വിവാഹം നടന്നതെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അവൾ അപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൾ സ്നേഹിച്ച പുരുഷനെ അവൾക്ക് നഷ്ടമായി, അവൾ പ്രസവിച്ച അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടമായി. ഇതൊക്കെ ഏത് പെണ്ണിനാ ബാലേന്ദ്രൻ താങ്ങാൻ കഴിയുന്നത്? അങ്ങനൊരു സാഹചര്യത്തിൽ അവളുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും പറയുന്നത് കേൾക്കല്ലാതെ അവൾക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെയാണ് അവൾ നിന്നെ വിവാഹം കഴിച്ചത്. അവരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവൾ ബാലേന്ദ്രനെ കല്യാണം കഴിച്ചത് തന്നെ. അങ്ങനെയുള്ളപ്പോൾ ബാലചന്ദ്രൻ വൈജയെ മാത്രം പഴിചാരിയിട്ട് കാര്യമുണ്ടോ? അവളുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും എല്ലാം അന്ന് അവരുടെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഏതൊരു അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ അവരും ചെയ്തുള്ളൂ. അവരുടെ പെങ്ങൾ നല്ലപോലെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നെ എല്ലാവരും കൂടെ ചതിക്കുകയല്ലായിരുന്നോ? എന്നെ എല്ലാവരും കൂടെ ഒരു പൊട്ടനാക്കിയല്ലായിരുന്നോ? പിഴച്ച് പ്രസവിച്ച് ഒരുത്തിയല്ലേ എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്. ഇതിനൊക്കെ ഞാൻ അവരോട് പകരം ചോദിക്കും. ഞാൻ ചോദിക്കാതിരിക്കില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. ബാലചന്ദ്രന് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. അയാൾ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും പിന്നെ സ്റ്റാൻലി ഒന്നും പറയുന്നില്ല. എന്തായാലും അലീനയെ കാണാൻ ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് മാത്രം പറയുക കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ പോയേക്കാം. എനിക്ക് അധിക ദൂരം ഒന്നും ഒറ്റയടിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ഈ സത്യങ്ങൾ അറിയുന്നതെന്ന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതിനുശേഷം വീണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ ആരോഗ്യപരമായി ഞാനിപ്പോൾ ഒട്ടും ഓക്കെ അല്ല. എന്തായാലും നമുക്ക് വീണ്ടും കാണാം എന്നും പറഞ്ഞിട്ട് തന്നെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ബാലചന്ദ്രൻ പോയതിനു ശേഷം സ്റ്റാൻലി ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ബാലചന്ദ്രനും വൈജയും ഇതുപോലെ കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണല്ലോ. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. അതോടുകൂടി ആ കുടുംബം തന്നെ ചിന്നച്ചിതറി പോവുകയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ സ്റ്റാൻലി വിഷമിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ സ്റ്റാൻലി കടപ്പാട്ടൊരു വീട്ടിലെത്തുകയാണ് കേട്ടോ അലീനയെ കാണാനായിട്ട്. ബാലചന്ദ്രൻ്റെ കയ്യിൽ ഫോൺ നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് ബാലചന്ദ്രനെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. സ്റ്റാൻലി ജോസഫ് വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് അലീനയാണ് ഡോർ തുറക്കുന്നത്. അലീനയ്ക്ക് അയാളെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. എന്ത് വേണം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ഇവിടെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അച്ഛൻ ഇവിടെ ഉണ്ട്, മോളില വിളിക്കാം എന്നും പറഞ്ഞിട്ട് തന്നെ അലീന സ്റ്റാൻലിയോട് അകത്ത് കയറി ഇരിക്കാൻ പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി അലീനയോട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ പറഞ്ഞ എൻ്റെ മോൾ ഇത് തന്നെയാണെന്നുള്ള കാര്യം. അപ്പോൾ അയാൾ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയാണ്. വൈജയുടെ അതേ മുഖം, വൈജയുടെ അതേ സംസാരം എന്നൊക്കെ ഇങ്ങനെ അയാൾ മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ താഴേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരെ മോളെ എവിടെയെന്ന്. അറിയില്ല അച്ഛാ, ആരോ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അലീന. ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് സ്റ്റാൻലിയാണ് കേട്ടോ. എന്നിട്ട് അലീന ഞാൻ ചായ എടുക്കാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് പോയി കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രനും സ്റ്റാൻലിയും കൂടെ ഹാളിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ പോയത് ആരെന്നറിയാവോ? അതാണ് അലീന. 23 വർഷം മുമ്പ് വൈജ പ്രസവിച്ച മകളാ അവള്. എന്നാൽ ഇപ്പോൾ അത് വൈജയുടെ മകളല്ല, എൻ്റെ മകളാ. അവൾക്കൊരു അച്ഛനുണ്ട്, ഞാൻ അവളുടെ അച്ഛനെന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ പറയുകയാണ്. സ്റ്റാൻലിക്ക് അലീനയെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കുഞ്ഞായിരുന്ന സമയത്ത് പോലും താനൊന്ന് കാണാൻ ആഗ്രഹിച്ച മുഖമായിരുന്നു അവളുടേത്. അന്ന് അവരാരും ആ കുഞ്ഞിനെ കാണാനും സമ്മതിച്ചില്ല. ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് തന്നെ പറഞ്ഞിരുന്നാണല്ലോ. മരിച്ചു പോയെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചതാണല്ലോ ഇവര്. ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോട് ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും അത് സ്റ്റാൻലിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സ്റ്റാൻലി എന്നിട്ട് ബാലചന്ദ്രനോട് വൈജയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് കുടിക്കാനുള്ള ചായയായിട്ട് അലീന വരുന്നുണ്ട്. ഈ സമയത്ത് അലീനയെ അവിടെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. മോക്ക് ഇതാരെന്ന് മനസ്സിലായോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ലച്ച ആരാ ഇത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും
ഇത് മോൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന സ്റ്റാൻലിയുടെ മുഖത്തേക്ക് എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ സമയത്ത് സ്റ്റാൻലി എഴുന്നേറ്റ് വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, മോൾ എന്നോട് ക്ഷമിക്കണം, മോൾ എന്നോട് പൊറുക്കണം, ഈ അച്ഛനോട് മോൾ പൊറുക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കരയുകയാണ് കേട്ടോ. അപ്പോഴാണ് അലീനയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്, ഇത് തൻ്റെ സ്വന്തം അച്ഛനാണ്. അലീന അങ്ങ് ആകെ വിറച്ചു പോയി നിൽക്കുകയാണ് കേട്ടോ. അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോളെ, ഇതാണ് സ്റ്റാൻലി ജോസഫ്. ഈ സ്റ്റാൻലി ജോസഫിനെ കാണാനാണ് അന്ന് ഞാൻ ഇവിടുന്ന് പോയത്. ഇദ്ദേഹത്തിന്റെ വീട് എവിടെയാന്ന് കണ്ടുപിടിച്ചു, ഇദ്ദേഹമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തോട് പറഞ്ഞു എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് അലീനയെ ചേർത്ത് പിടിക്കുകയാണ് സ്റ്റാൻലി. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ എനിക്കറിയില്ലായിരുന്നു മോൾ എന്നോട് പൊറുക്കണം. മോളെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. അന്ന് ആ സമയത്ത് എന്നെ ആരും അതിന് അനുവദിച്ചില്ല. മോള് കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ മരിച്ചു പോയെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു മോള് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ബാലചന്ദ്രൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ അങ്ങ് പൊട്ടിക്കരയാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അലീനയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനും സ്റ്റാൻലിയും കൂടെ കൊല്ലപ്പള്ളിക്കാർ അയാളോട് ചെയ്ത ചതികളും ബാലചന്ദ്രനോട് ചെയ്ത ചതികളും എല്ലാം തന്നെ പറയുന്നുണ്ട്. വൈജനെ ഇനി കാണാനോ ബന്ധം കൂടാനോ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അവരെന്നെ പറഞ്ഞയച്ചെന്നൊക്കെ തന്നെ പറയുകയാണ് സ്റ്റാൻലി ജോസഫ്. അങ്ങനെ സ്വന്തം അച്ഛനെ കണ്ട സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയാണ് നമ്മുടെ അലീന. എൻ്റെ മകളാ ഇവളെ ഞാൻ കൊണ്ടുപോവുക, ഇവൾ എൻ്റെ കൂടെ ഇനി ഉണ്ടാവണം, ഇവൾ ഇനി എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിച്ചോളും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇവൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇവൾ ഒരിക്കലും അനാഥയല്ല, ഇവൾ എൻ്റെ സ്വന്തം മോളാ, എൻ്റെ ചോര ഇവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അലീനയെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അവളെ പറഞ്ഞു വിടാൻ കൂട്ടാക്കുന്നില്ല. ബാലചന്ദ്രൻ അവളെ അയാളുടെ കൂടെ വിടാൻ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവളിപ്പോൾ എൻ്റെ മകളാ, നെടുമുറക്കിൽ ബാലചന്ദ്രൻ്റെ മകൾ. അവൾ ഇനിയുള്ള കാലവും എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കും. എൻ്റെ മകളായിട്ട് ഞാൻ അവളെ ദത്തെടുത്ത് കഴിഞ്ഞു. അവൾ എന്നെ അച്ഛാന്നാണ് വിളിക്കുന്നത്. ഒരച്ഛൻ്റെ സ്ഥാനം അവൾ എനിക്ക് തന്നു കഴിഞ്ഞു. ഇനി ഇവള് കാരണം നിങ്ങളുടെ കുടുംബജീവിതം തകരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം അച്ഛനെ ഒരു ദിവസം ഞാൻ ഇവളുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമെന്ന് ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പാലിച്ചു. നിങ്ങളുടെ മകളെ കൺകുളിർക്കെ കാണാൻ നിങ്ങൾക്ക് ഞാനൊരു അവസരം തന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. വൈജു ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാലും ശരി, അലീന ഇനി ഒരിക്കലും എങ്ങോട്ടേക്കും പറഞ്ഞുവിടാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുകയാണ്. എന്നാൽ അലീന ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അമ്മയെ കണ്ടു, സ്വന്തം അച്ഛനെ കണ്ടു, കൂടപ്പിറപ്പുകളെ കണ്ടു എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് അലീനയും.